വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ. രോഗികൾ ദുഃഖിതർ ബന്ധിതർക്കും ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. നായ്ക്കമ്പറമ്പലച്ചൻ നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അന്ത്യകൽപ്പന എന്ന് വിശേഷിക്കപ്പെടുന്ന വചന ഭാഗം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പുതിയ ഭാഷകൾ സംസാരിക്കും. വിഷദ്രാവകം കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. നല്ലവനും വലിയവനും ശക്തനും പരമോന്നതനുമായ ദൈവമേ, യേശുവേ കർത്താവേ, അവിടുന്ന് ശിഷ്യന്മാർക്കും 12 അപ്പസ്തോലന്മാരിലൂടെ ഞങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈ കൽപ്പന മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാ ജീവജാലങ്ങളുമായി മനുഷ്യർ രമ്യതയിൽ കഴിയണമെങ്കിൽ എന്തു ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നെല്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിനാൽ ദൈവമേ, മനുഷ്യ വംശത്തിന്റെ മേൽ വന്നുപതിച്ച പാപസ്വാധീനം നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവവുമായി രമ്യപ്പെട്ട് അതോടൊപ്പം ചുറ്റുമുള്ള ലോകവുമായി രമ്യപ്പെട്ട് ജീവിക്കുവാൻ, ശത്രുതയില്ലാതെ സകല ജീവജാലങ്ങളുമായി രമ്യതയിൽ കഴിയുവാൻ, ഒരു കാട്ടുമൃഗവും ഒരു വന്യമൃഗവും നമ്മെ ഉപദ്രവിക്കാത്ത വണ്ണം നമുക്ക് അവയുടെ മേൽ അധികാരവും സ്വാധീനവും ലഭിക്കുന്ന സൃഷ്ടികർമ്മത്തിലെ ആദ്യാനുഭവം ഇതെല്ലാം ഒരു അഭിഷേകമാക്കി ഈ കാലഘട്ടത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ പ്രേക്ഷകരെ, ഒരുപക്ഷെ അച്ഛന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവും അച്ഛന്റെ പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈയിടെ സ്ഥിരമായി ചില വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ചിലരെങ്കിലും അതിന്റെ ഇരകളോ അനുഭവസ്ഥരോ ആയിരിക്കാം. കാടുകളിൽ താമസിക്കേണ്ട, ജീവിക്കേണ്ട വന്യമൃഗങ്ങൾ കാടുവിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരികയും സാധാരണ ജനജീവിതത്തെ തടസ്സപ്പെടുത്തും വിധം അക്രമകാരികളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിൽ വല്ലാതെ ഭീതിയിലാണ് അങ്ങനെയുള്ള ദേശത്തെ ആളുകൾ. എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം വരാവുന്ന വിധം. രാജ്യത്തിന്റെ നിയമമൊന്നും ഇങ്ങനെ വരുന്ന വന്യജീവികളെ ആക്രമിക്കാനോ കൊല്ലാനോ അനുകൂലമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യൻ വന്യജീവികളെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു സ്ഥിതി വരുന്നത് എന്ന് ചർച്ച ചെയ്ത് നമുക്ക് തുടങ്ങാം. എല്ലാറ്റിന്റെയും സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇപ്രകാരം അരുളി ചെയ്തു. ഉൽപ്പത്തി 1:26 നമുക്ക് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. പാപമില്ലാത്ത ദൈവം പാപമില്ലാത്തവനായി മനുഷ്യാവതാരം ചെയ്ത് ലോകരക്ഷ നേടിയെടുത്ത യേശു, ആ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മള്
അതെല്ലാം മറന്നു കളഞ്ഞു. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറയാൻ എളുപ്പമുള്ള പാപം ഇതാണ്: അവർ ദൈവവചനം മറന്നു കളഞ്ഞു, ദൈവത്തെയും മറന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സാത്താൻ ഒരു ദുഷ്പ്രേരണ കൊടുക്കുകയാണ്. ദൈവകൽപ്പന ലംഘിച്ചാൽ, തിന്നരുത് എന്ന് പറഞ്ഞ വിലക്കപ്പെട്ട കാര്യം ഇരുന്നാൽ നിനക്ക് ദൈവസാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടാം എന്ന് പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ ആ മനുഷ്യര്, ആദ്യ മാതാപിതാക്കള് തങ്ങൾ എന്താണെന്ന് മറന്നു കളഞ്ഞു. തങ്ങൾ കേട്ട ദൈവവചനം മറന്നു. അപ്പോൾ അവർക്ക് ദൈവവചനം മറന്ന് അവർക്ക് ദൈവത്തിന്റെ സ്വാധീനവും ശക്തിയും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കണം. ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു. അവർക്ക് കിട്ടിയ പർദീസ നഷ്ടപ്പെട്ടു. പാരഡൈസ് ലോസ്റ്റ്. എന്തായിരിക്കാം പർദീസ എന്ന് ചോദിച്ചാൽ ദൈവൈക്യം, ദൈവസ്വരം ശ്രവിക്കുന്ന ജീവിതം, ദൈവത്തോടു കൂടെയുള്ള ജീവിതം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം, അതെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ഉള്ളില് തിന്മയുടെ സ്വാധീനം അവരെ അസ്വസ്ഥപ്പെടുത്താനും ഭയപ്പെടുത്താനും, ആരും പേടിപ്പിക്കാനില്ലാത്തപ്പോഴും ഭയപ്പെട്ട് ഒളിക്കാനും എല്ലാം അവർക്കിടയാകത്തക്കവണ്ണം ഒരു തിന്മയുടെ സ്വാധീനം അവരുടെ മേൽ വന്നു ഭവിച്ചു. അപ്പോൾ അവർക്ക് ദൈവം നൽകിയ നന്മ നഷ്ടപ്പെടുന്നു. അവർ തിന്മയ്ക്ക് അടിമപ്പെടുന്നു. പിന്നെ അവർ നോക്കുന്നതും കാണുന്നതും എല്ലാം ദൈവം കൽപ്പിക്കാത്ത ഒരു മനോഭാവത്തോടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു, ദൈവം വിളിക്കുമ്പോൾ ഓടിയൊളിക്കുന്നു. ഇങ്ങനെയുള്ള തിന്മകൾ അവരിലേക്ക് വന്നു. അപ്പോ മറ്റു വാക്കിൽ പറഞ്ഞാൽ തിന്മയുടെ ശക്തികൾക്ക് അവരുടെ മേൽ അധികാരം കിട്ടി. തിന്മയുടെ ശക്തികളുടെ മേൽ അവർക്കുള്ള അധികാരം നഷ്ടപ്പെട്ടു. ദൈവ മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ശേഷം അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ കീഴടക്കുവിൻ. സകല വന്യമൃഗങ്ങളുടെ മേലും ജീവജാലങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഇഴജന്തുക്കളുടെ മേലും നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടപ്രപഞ്ചത്തിന്റെ മേൽ ആധിപത്യം ആദം ഹവ്വ ആദി മാതാപിതാക്കൾക്ക് ദൈവം നൽകി. എന്നാൽ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മളും ഒരുപാട് പേരും ഭയന്നു കഴിയാണ്. ഏത് വിഷപ്പാമ്പാണ്, ഏത് കാട്ടുമൃഗമാണ് ഒരുപക്ഷെ നമ്മളെയും അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ ഉപദ്രവിക്കാൻ പോകുന്നത്? നമുക്ക് തിരിച്ചാക്രമിക്കാൻ അവകാശപ്പെട്ടില്ല താനും. ഗവൺമെന്റ് നിയമപ്രകാരവും അവർക്കാണ് ഇപ്പോൾ സുപ്പീരിയറിറ്റി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? എങ്ങനെ ദൈവചൈതന്യം, ദൈവത്തിന്റെ ശക്തി, ദൈവം നൽകിയ അധികാരം നമുക്ക് നഷ്ടപ്പെട്ടു? എങ്ങനെ നാം കാട്ടുമൃഗങ്ങളെയും വിഷജീവികളെയും പേടിച്ച് കഴിയേണ്ടി വന്നു? അതിന് ഉത്തരം അന്വേഷിച്ചു പോകുമ്പോൾ ജോബിന്റെ പുസ്തകത്തിൽ അതിന് ഉത്തരമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ജോബ് 22:21 ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക എന്ന് പറയുമ്പോൾ ദൈവകൽപ്പന വിട്ടുവീഴ്ചയില്ലാതെ അനുസരിക്കുക, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആനന്ദത്തോടെ ദൈവം വരച്ചു കാണിക്കുന്ന വഴിയിലൂടെ പോവുക. അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഒഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. ദൈവ്യാഗ്രഹവും പണത്തിന്റെ പുറകെയുള്ള ഓട്ടവും മൂലം നമ്മുടെ ദൈവ സാന്നിധ്യ ശക്തി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതൊരു വിഗ്രഹാരാധനയായി മാറുകയാണ്. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലെ ഒന്നാം സ്ഥാനത്തിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ്. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുക: സ്വർണത്തെ പൊടിയിലും ഒഫീർ പൊന്നിനെ നദിയിടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും
വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രമിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെസ്റ്റ് ബംഗാളില് ജൽപായ്ഗുഡി എന്ന സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു വൈദികനെ കുറിച്ച് എല്ലാവരും പ്രത്യേകമായി പുകഴ്ത്തി പറയുന്നത് കേൾക്കുവാനിട വന്നു. അദ്ദേഹം എപ്പോഴും ലോഹ ധരിച്ച് നടക്കുന്ന ഒരു വൈദികനാണ്. ദൂരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പത്രപ്രതികൾ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട്. അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിസാമർഥ്യവും കഴിവും കൊണ്ടല്ല. അദ്ദേഹം ഒരിക്കൽ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ കാട്ടുപ്രദേശത്തൂടെയാണ് യാത്ര. രണ്ടു വശത്തും കാട്ടാനക്കൂട്ടം. അദ്ദേഹം മോട്ടോർ സൈക്കിളിൽ ഇറങ്ങാനും പറ്റിയല്ല, മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റിയല്ല. ശുദ്ധഗതികാരനും നിഷ്കളങ്കനുമായ അദ്ദേഹം കുരിശു വരച്ചും ബാവായുടെയും പുത്രന്റെയും പ്രാർത്ഥന ചൊല്ലിയും അടയാളം കാണിച്ചിട്ടും ആനക്കൂട്ടം മാറുന്നില്ല. ആനക്കൂട്ടം അങ്ങനെ സൂക്ഷിച്ചു നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ആപ്പാടെ വിഷമിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഏതാനും സമയം കഴിഞ്ഞപ്പോ ആനക്കൂട്ടം ശാന്തമായിട്ടങ്ങ് പോയി. അന്ന് താമസിക്കുന്ന ഇടവകയിൽ ചെന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം രാത്രി പനി പിടിച്ച് കിടപ്പായി. നല്ലപോലെ ഭയം തീണ്ടിയിരുന്നു. ഭയം എങ്കിലും പനി ഒരു ദിവസം കൊണ്ട് വിട്ടുപോയി. അന്ന് തൊട്ട് അദ്ദേഹത്തിന് വന്യമൃഗങ്ങളുടെ മേൽ ഒരു അധികാരം കിട്ടിയതുപോലെയുള്ളൊരു ഫീലിംഗ്. അദ്ദേഹം കാട്ടുപ്രദേശത്തൂടെ പോകുമ്പോൾ ഒരു അടയാളം വര പോലെ വരച്ചങ്ങ് പോയാൽ പിന്നെ ആ പ്രദേശത്തേക്ക് കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കുകയില്ല. അത് കുറെ നാളായിട്ട് നിലനിൽക്കുന്ന ഒരു അഭിഷേകവും അത്ഭുതവുമാണ്. അതുകൊണ്ടാണ് കേട്ടുകേൾവികൊണ്ട് ദൂരെ നിന്ന് പത്രപ്രതിനിധികളും ഒക്കെ റിപ്പോർട്ടെടുക്കാൻ വന്നതും അദ്ദേഹം സാക്ഷ്യം കൊടുക്കുകയും ഞങ്ങളൊക്കെ ആനന്ദത്തോടെ അത് ആനന്ദിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശുവേ നന്ദി. ലൂക്ക 10:19 ഈശോ ശിഷ്യന്മാർക്കും അവരിലൂടെ വിശ്വസിക്കുന്ന നമുക്കും എല്ലാവർക്കും അധികാരം തരികയാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. ശത്രുവിന്റെ സകലവിധ ശക്തി, സാത്താന്റെ ശക്തി. നമ്മുടെ യഥാർത്ഥ ശത്രു പാപവും പാപത്തിലൂടെ പാപം അജ്ഞത, തെറ്റായ അറിവ്, അതിലൂടെയൊക്കെ പ്രവർത്തനനിരതമാകുന്ന സാത്താന്റെ ശക്തിയുമാണ്. ഈ വചനം ചൊല്ലിക്കൊടുത്തപ്പോൾ അനേക സ്ഥലങ്ങളിൽ നിന്ന് കൊതുക് ശല്യം മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പ്രദേശത്തു നിന്ന് കൊതുക് പാടെ വിട്ടുപോയതായിട്ട് ഞങ്ങൾ വചനപ്രഘോഷണത്തിന് ചെല്ലുന്ന സമയം നോക്കി വിട്ടുമാറിയതായിട്ട് ഞങ്ങൾക്കറിയാം. കാരണം സാത്താന്റെ ഈ സൈന്യത്തിനറിയാം ഞങ്ങൾക്ക് ചില വചനം നിശ്ചയമുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഇവിടെ അവരുടെ പരിപാടി തുടരാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എന്റെ മുറിയിൽ കൊതുക് കയറാറില്ല, കൊതുക് കടിക്കാറില്ല. പിന്നെ ചിലപ്പോ ഉമ്മ വെക്കുന്നത് പോലെ ഒന്നൊരു ഉമ്മ വെച്ചിട്ട് പോകാറേ ഉള്ളൂ. സാധാരണ അനുഭവമാണ്. എന്നാൽ ഞാൻ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കൊതുക് പോലെ എന്തോ ഒന്ന് കടിച്ചിട്ട് പോകും. അപ്പൊ തന്നെ ഓർമ്മിപ്പിക്കില്ല, ഈ സാക്ഷ്യം വേണമെന്ന് പറ. കൊതുകിന്റെ മേലുള്ള അധികാരം, വിഷജീവികളുടെ മേലുള്ള അധികാരം ലൂക്ക 10:19 ഒന്ന് ചൊല്ലിക്കൊടുക്കുക. ഇത് മനുഷ്യന് ആദി പാപം മൂലം നഷ്ടപ്പെട്ട അധികാരം യേശു ക്രിസ്തു ദൈവപുത്രൻ, ദൈവമനുഷ്യനായിട്ട് അവതരിച്ചവൻ, എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി മരിച്ചുയർത്തു എന്ന സത്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ നാഥനായി നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ, ആ യേശുവിനോട് ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മൾ സ്വന്തമാക്കുമ്പോൾ, ഇതാ നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വജീവജാലങ്ങളുടെയും മേല്, വിഷജീവികളുടെ മേല്, രോഗാണുക്കളുടെ മേല് നമുക്ക് അധികാരം കിട്ടുന്നു. വചനം നമ്മൾ വിശ്വസിക്കണം, ദൈവവുമായി രമ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഗ്രഹ വസ്തുക്കളെ, ദ്രവ്യാഗ്രഹം, അതുപോലുള്ള തിന്മകളെ, ദുരാസക്തികളെ നമ്മൾ വിടുതെറിയണം. യേശുവിന്, പരിശുദ്ധാത്മാവിന്, ത്രിയേക ദൈവത്തിന്
നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ വചനങ്ങൾക്ക് കൽപ്പനയും അനുസരണവും വിധേയത്വവും പുലർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഈ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലൂടെ ഓരോ ആഴ്ചയും ദൈവം പരിശുദ്ധാത്മാവ് വഴി നമുക്ക് തരുന്ന വെളിപ്പെടുത്തലുകളിൽ ഒന്ന് ഇപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞു. അതായത് അച്ഛനിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ വന്യജീവികൾ വന്ന് കാട്ടിൽ വിശപ്പടക്കാനോ ദാഹം തീർക്കാനോ എന്തെങ്കിലും ഇല്ലാതായി പോകുന്നതിന്റെ ഫലമായിട്ടാണ് കാടിറങ്ങി വരുന്നതെങ്കിൽ ദാഹം തീർത്ത് ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോയാൽ മതി. എന്നാൽ പൊതുവെ നമ്മുടെയും ധാരണ ഏതാണ്? കാട് നശിപ്പിക്കുന്നു, മരം വെട്ടുന്നു, അതുകൊണ്ട് വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ കാട്ടിൽ നടക്കാത്ത കാര്യം നാട്ടിൽ വന്ന് നടത്തിപ്പോയാൽ മതി. പക്ഷെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, ആളുകളെ കൊല്ലുന്നു. അതിന്റെ പിന്നിൽ അച്ഛൻ മനസ്സിലാക്കുന്നു, കൊല്ലാനും നശിപ്പിക്കാനും വരുന്നത് പിശാചാണ്. അപ്പോൾ ഈ മൃഗങ്ങളുടെ അക്രമം മനുഷ്യരുടെ നേരെ തിരിയുന്നതിന്റെ പിന്നിൽ ഒരു പൈശാചിക സ്വാധീനം, ശക്തി അച്ഛൻ മനസ്സിലാക്കുന്നു പരിശുദ്ധാത്മ ഇടപെടലിലൂടെ. അങ്ങനെയെങ്കിൽ അച്ഛാ, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വന്യജീവികളുടെ കാര്യം പോട്ടെ, ഈ ഡൊമസ്റ്റിക് ആനിമൽ എന്നൊക്കെ പറയുന്ന വീട്ടിൽ വളർത്തുന്ന പട്ടി, ഈ പട്ടി ഉൾപ്പെടെ ആ വർഗം വല്ലാതെ പെരുകി തെരുവ് നായായി മാറി നടന്നു പോകുന്നവരെ പോലും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു. കൊലപാതകം വരെ നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ഒരു പൈശാചികത മണക്കാൻ കഴിയുന്നുണ്ട്. സൃഷ്ടിയുടെ മകുടമായിട്ട് മനുഷ്യനെയാണ് ദൈവം കരുതിയിരിക്കുന്നതും അധികാരം നൽകിയിരിക്കുന്നതും. മനുഷ്യര് പാപത്തിന് അടിമപ്പെട്ട് ദൈവത്തെ മറന്ന് ഭൗതിക സുഖങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ഇങ്ങനെ അധപ്പതിച്ചു പോകുമ്പോൾ അവരിലെ ദൈവിക സ്വാധീനങ്ങൾ മങ്ങിപ്പോകുന്നു, ദൈവിക നന്മകൾ. അതിന് പകരമായിട്ട് പൈശാചിക സ്വാധീനത്തിന് അടിമപ്പെടുന്നു അവര്. വാസ്തവത്തിൽ സൃഷ്ടിയുടെ മകുടമായ നമ്മിലൂടെ ദൈവചൈതന്യം മറ്റ് ജീവജാലങ്ങളിലേക്കും കൂടി എത്തേണ്ടതാണ്. അതിനു പകരം തിന്മയ്ക്ക് അടിമപ്പെടുന്ന മനുഷ്യരിലൂടെ മൃഗങ്ങളിൽ പോലും ഒരു തിന്മയുടെ സ്വാധീനം കടന്നുവരുന്നു. നമ്മള് ഒരു സമൂഹത്തില് നേതൃത്വം കൊടുക്കുന്ന ഏതാനും പേര് ദൈവ കൃപയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ദേശം മുഴുവൻ, ആ ജനം മുഴുവൻ ദൈവിക ചൈതന്യത്തിലേക്ക് വരുന്നത് ഒരു വിശുദ്ധന്റെയൊക്കെ ഓരോ വിശുദ്ധരെയൊക്കെ കാലഘട്ടം നോക്കി നമുക്കറിയാം. ഒരു രാജ്യം പോലും ഫ്രാൻസിസ് അസീസി, ജോൺ വിയാനി തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ അതിന് രാജ്യങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾക്ക് നന്മ വന്നു. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മനുഷ്യര് തങ്ങളുടെ ആധിപത്യം, ദൈവം നൽകിയ അധികാരമെല്ലാം നഷ്ടപ്പെടുത്തി മദ്യപാനത്തിനും പുകവലിക്കും മ്ലേച്ഛപാപത്തിനും അടിമപ്പെടുന്നു. അതിന് വേണ്ടിയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള പ്രചരണം, അങ്ങനെയുള്ള പരസ്യങ്ങൾ ഒട്ടിക്കലുകൾ, ദൈവകൽപ്പന ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന എല്ലാ പ്രചരണങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തില് ഈ വന്യമൃഗങ്ങളിലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആനിമലിലും ഈ സാത്താന്റെ സ്വാധീനം കടന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. കാരണം യോഹന്നാൻ 8:44 പറയുന്നു, സാത്താൻ നുണയനും നുണയുടെ പിതാവും കൊലപാതകയുമാണ്. എല്ലാ കൊലപാതകവും എല്ലാം സാത്താനിൽ നിന്നാണ് പ്രേരണ സ്വീകരിക്കുന്നത്. അപ്പോൾ വാഹനാപകടം ഉൾപ്പെടെ മനുഷ്യരെ കൊല്ലുന്ന അനേക കാര്യങ്ങൾ സാത്താനിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മൃഗങ്ങൾ, തെരുവ് നായ്ക്കള് അനേകം പേരെ ഇപ്പോൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു പേപ്പട്ടി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് പേപ്പട്ടിയാണെന്ന് പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഈ തെരുവ് നായ്ക്കള് അനേകം പേരെ കടിച്ചു കൊന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ തിന്മ വരുന്നത് പൈശാചികം ആയിരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മളുടെ അധികാരത്തിൽ നമ്മൾ പറയേണ്ടുന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അവരിലെ പൈശാചിക പീഡ സ്ഥലം വിടും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യം ഒന്നടക്കം, പ്രത്യേകിച്ച് കേരള ദേശം ഈ തെരുവ് നായയുടെ പേരിൽ വല്ലാതെ ഭീതിയിലാണ്. അവിടെ നമ്മൾ കണ്ടെത്തുന്ന പരിഹാരം ഒന്നുകിൽ തല്ലിക്കൊല്ലുക, ഇല്ലെങ്കിൽ വന്ധ്യംകരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ളതാണ്. എന്നാൽ ഇത് രണ്ടുമല്ല പരിഹാരം. ഇതിന്റെ പിന്നിലുള്ള തിന്മ, പിശാച്, അതില്ലാതാക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ അവനിൽ നിന്ന് നന്മ പ്രസരിക്കുന്നത് പോലെ തിന്മയും പ്രസരിക്കുമെന്നും, ഇപ്പോൾ നന്മയേക്കാൾ തിന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യൻ ആ തിന്മയുടെ പ്രസരണ ഫലമായിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന, നമ്മുടെ പാതയോരങ്ങളിൽ കഴിയുന്ന പട്ടികളിലേക്ക് പോലും ഈ തിന്മ വ്യാപിക്കുകയും ആ പൈശാചിക സ്വാധീനം നമ്മെ തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്നു എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് നൽകിയത്. ഈ ഒരു വളരെ പ്രായോഗികമായി എന്തെങ്കിലും ചെയ്യേണ്ടതായി, പ്രാർത്ഥനാപരമായി ഇങ്ങനെയുള്ള വിഷയത്തിൽ പിശാചാണ് ഇതിന്റെ പിന്നിലും തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട പ്രായോഗിക നടപടിയുടെ പ്രാർത്ഥനാ രൂപത്തിൽ പറഞ്ഞാൽ
അത് എല്ലാവർക്കും സ്വീകരിക്കാം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വചനങ്ങൾ. അവിടുന്ന് 12 ശിഷ്യന്മാരെ വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അധികാരവും ശക്തിയും കൊടുത്തു. സകല പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ദുഃഖം കുത്തിവെക്കുന്ന, നിരാശ കുത്തിവെക്കുന്ന, വെറുപ്പ് കുത്തിവെക്കുന്ന, മത്സരബുദ്ധിയും ദ്രവ്യാഗ്രഹവും ഉൽപ്പാദിപ്പിക്കുന്ന, മ്ലേച്ഛപാപത്തിന് അടിമപ്പെടുത്തുന്ന ചിന്തകൾ കുത്തിവെക്കുന്ന, അല്ലെങ്കിൽ അവിശ്വാസം, മറ്റ് മന്ത്രവാദികളുടെ പുറകെ പ്രേരിപ്പിക്കുക, മറ്റുള്ളവർ മന്ത്രവാദം ചെയ്തു എന്ന് വിശ്വസിക്കുക, ഇങ്ങനെയുള്ള പൈശാചികമായ നുണകളും പീഡകളും. കൊളോസ്യർ 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം നേടിയെടുത്തു കഴിഞ്ഞ ഒരു അനുഗ്രഹമാണ്. ഒരിക്കല് ഒരു സഹോദരൻ എന്റെ അടുത്ത് സന്തോഷത്തോടെ ഒരു സാക്ഷ്യം പറയായിരുന്നു. മൂന്നാർ പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ കാറിൽ ഒരു യാത്ര ചെയ്യാണ്. കാട്ടുപോത്ത് 4 വശത്തും നിന്നു. അവർക്ക് മുന്നോട്ടും പോകാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റിയല്ല. ഇയാള് അല്പം ആത്മീയ അഭിഷേകത്തിലുള്ള ആള് ഭയന്നില്ല എന്ന് പറഞ്ഞു. പയ്യെ കാറിന്റെ ജനൽ അല്പം തുറന്നിട്ട് മൃഗങ്ങളോട് അവൻ സംസാരിച്ചു. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുക. ഇത് കഴിഞ്ഞപ്പോ ആ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞപ്പോ കാട്ടുപോത്ത് വേറെ വഴിക്ക് പോയി. ഇവർക്ക് സുഖമായിട്ട് പോരേണ്ട വന്നു. ഒരു നല്ല സാക്ഷ്യമാണ്. അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല, നമ്മൾ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ ആഫ്രിക്കയിൽ കൺവെൻഷൻ ധ്യാനത്തിന് പോയപ്പോൾ ചില വന്യമൃഗങ്ങളുടെ കേന്ദ്രത്തിലൂടെ ഞങ്ങളെ വാഹനത്തിൽ കൊണ്ടുപോയി രംഗമാക്കുകയാണ്. കാട്ടാനകളുണ്ട്, എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളുണ്ട്. അതിന്റെ തൊട്ടടുത്തുകൂടെ കാർ ഓടിച്ചു പോകും. അതൊന്നും നമ്മളെ ഉപദ്രവിക്കുകയില്ല. ആ പ്രദേശത്ത് ആരും അവരെയും ഉപദ്രവിക്കുകയില്ല. ആ അന്തരീക്ഷം അവിടെയുണ്ട്. അവർക്കത് തിരിച്ചറിയാമായിരിക്കാം. ഏതായാലും ഭയം കൂടാതെ ഞങ്ങള് ഈ വന്യമൃഗങ്ങളുടെ തൊട്ടടുത്തുകൂടെ പോയി. ഒരെണ്ണം പോലും ഒരിക്കലും ഉപദ്രവിക്കാൻ തുടങ്ങുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ജോബിന്റെ പുസ്തകത്തില് പറഞ്ഞ ആ വചനങ്ങള്, നമ്മൾ ദൈവവുമായിട്ട് രമ്യപ്പെട്ട് കഴിയുക, നമ്മുടെ അധികാരം തിരിച്ചറിയുക, പാപത്തോട് വിട പറയുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാനുള്ള നമ്മുടെ ആഗ്രഹം പ്രാർത്ഥന രൂപത്തിലും വചനരൂപത്തിലും പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് ആത്മീയ അധികാരം നിലനിൽക്കും. രോഗങ്ങളുടെ മേൽ, രോഗാണുക്കളുടെ മേൽ, വന്യമൃഗങ്ങളുടെ മേൽ. അപ്പോൾ നമ്മെ ഉപദ്രവിക്കുക മാത്രമല്ല, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ മനുഷ്യർ വന്നില്ലെങ്കിൽ ചെന്നായി വന്ന് പ്രസംഗിക്കും. അതുപോലെ തന്നെ കടലിലെ മത്സ്യങ്ങൾ തലയുയർത്തി വന്ന് കേൾക്കും. ആ രീതിയിലുള്ള ഒരു അനുരഞ്ജനം, ഒരു രമ്യത ദൈവ പരിപാലനയിൽ നമുക്ക് സംലഭ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഫലമായ എല്ലാ ജീവജാലങ്ങളും രമ്യതയിൽ കഴിയേണ്ടതാണ്. യേശുവിന്റെ കുരിശുമരണത്തോടുകൂടി എല്ലാവരും രമ്യതയിൽ ആക്കപ്പെട്ടു കഴിഞ്ഞു. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ശക്തി തിരിച്ചറിഞ്ഞ് രമ്യതയിൽ തുടരുക എന്നതാണ് ദൈവം നമുക്ക് പറഞ്ഞിരുന്ന കാര്യം. ഇനി നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നായ്ക്കമ്പറമ്പലച്ചൻ നേതൃത്വം കൊടുക്കുന്ന ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമ്മിൽ ചിലർക്കോ അനേകം പേർക്കോ നമുക്കില്ലാത്ത ഏതെങ്കിലും വേദനകളും അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക. ഇതാ, മറ്റുള്ളവർക്ക് കർത്താവ് രോഗശാന്തികളും അത്ഭുതങ്ങളും നൽകുന്നത് നമ്മളിലൂടെ വെളിപ്പെടുത്തി തരുന്നതാവാം. അങ്ങനെ വെളിപ്പെടുത്തൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ട പെട്ടെന്നുണ്ടായ വേദനകളും അസ്വസ്ഥതകളും വിട്ടുപോകുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൃഷ്ടികർമ്മത്തിൽ പിതാവായ ദൈവം മനുഷ്യർക്ക് സകല ജീവജാലങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും മേൽ അധികാരം നൽകി. ഇത് ജന്തുക്കള്, പറവകള്, വിഷജീവികളുടെ മേൽ അധികാരം നൽകിയിട്ടുണ്ട്. പാപം വഴി അത് നഷ്ടപ്പെട്ടെങ്കിൽ യേശു മിശിഹായുടെ
കുരിശുമരണവും ഉത്ഥാനവും വഴി അത് വിശ്വസിക്കുന്ന നമുക്ക് ഇതാ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നു. രോഗങ്ങളുടെ മേൽ അധികാരം, അല്ലെങ്കിൽ രോഗശാന്തി വരം, പിശാചുക്കളുടെ മേൽ അധികാരം, പൈശാചിക പീഡകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുപോകുന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ലിവർ പ്രോബ്ലം, കരളിന് അസുഖമുള്ള 4 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. നമുക്ക് ഏറ്റു പറയാം. യെരമ്യാ 17:14, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവേ എന്നെ അപ്പോൾ സുഖപ്പെടുത്തണമേ, ഞാൻ സുഖം പ്രാപിക്കും. അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. എന്റെ പ്രത്യാശ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കഫക്കെട്ടിന്റെ അസുഖവും പീഡകളും ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സോറിയാസിസ് രോഗമുള്ള 2 വ്യക്തികളെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 15:26 അവിടുന്ന് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമായ കർത്താവാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പോണ്ടിലൈറ്റിസിന്റെ അസുഖമുള്ള 4 വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള 17ഓളം വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഹന അപകടത്തിൽ പരിക്കേറ്റത് മൂലം എളിയുടെ ഇടതുഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ശക്തമായി വേദന അനുഭവപ്പെടുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അത് ഞങ്ങളെയും അറിയിക്കുകയും ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ശിരസ്സ് നമിക്കാം. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായിറങ്ങി വരുന്നു ദൈവം. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച വീണ്ടും പുതിയ വെളിപ്പെടുത്തലുകളുമായി നായ്ക്കമ്പറമ്പിലച്ചൻ നമ്മെ കണ്ടുമുട്ടും വരെ നമുക്കിടയിൽ ദൈവത്തിന്റെ അനുഗ്രഹവർഷം തുടരട്ടെ. നന്ദി. ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ